പ്രൈസ് ദി ലോർഡ്. നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ നമ്മെ കർത്താവ് ഒരുക്കുന്ന നല്ല സാഹചര്യങ്ങളെ ഓർത്ത് സർവശക്തനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങൾ 97 അധ്യായം അതിൻ്റെ 9 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവേ, നീ സർവഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പോടെ പറയുവാൻ കഴിയും, എൻ്റെ കർത്താവ് അത്യുന്നതനാണ്? ഹല്ലേലൂയ. ഒരു മനുഷ്യർക്കും ഒരു ശക്തിക്കും ഒന്നിനും എൻ്റെ കർത്താവിനെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം അവൻ മരണത്തെ ജയിച്ച് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന സർവശക്തനാണ്. ഹല്ലേലൂയ. ആ കർത്താവ് ഉന്നതനാണ്. നന്മയല്ലാതെ ഒന്നും ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എല്ലാ തിന്മകളെയും മായിച്ച് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതാണ്. ദൈവം അവനെ നൽകുവാൻ തക്കോണം ഈ ലോകത്തെ സ്നേഹിച്ചിരുന്നു. ഹല്ലേലൂയ. ആ സ്നേഹം താൻ ആ രക്തം നമുക്ക് വേണ്ടി തന്നു, തൻ്റെ ശരീരം നമുക്ക് വേണ്ടി തന്നു. ആ കർത്താവ് നമ്മെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇന്ന് ഉള്ളങ്ങൾ തുറന്നെന്ന് പറയുവാൻ കഴിയും, എൻ്റെ കർത്താവിനെ പോലെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ പുലർത്തുന്ന, എന്നെ വഴി നടത്തുന്ന മറ്റൊരുവനുമില്ല. അതുകൊണ്ട് ഞാൻ പാടും: ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പാടാം. ചേർന്ന് ചില നിമിഷങ്ങൾ ആ തരങ്ങളെ തുറന്ന് സ്തുതിച്ച് തുടങ്ങി. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ചേർന്ന് പാടിയ ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവ അതിശയവ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവ അതിശയവ നീ മാത്രമൻ ദൈവം എന്നും. നടത്തിയ വിധം, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ. ചേർന്ന് പാടാം. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോ, സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ചേർന്ന് പാടാം. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അവൻ അത്ഭുതവ അത്ഭുതവ അതിശയവ നീ മാത്രമൻ ദൈവം. അത് വിശ്വസിച്ചുകൊണ്ട് രാത്രി ഒരുമിച്ച് ചേർന്ന് പാടിയ അത്ഭുതവ അതിശയവ നീ മാത്രമൻ ദൈവം എന്നും.
നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. ഉറപ്പോടെ പാടിയേ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി ഒന്നും തിന്മയ്ക്കായി നമുക്ക് സംഭവിക്കുന്നില്ല, സർവ്വതും നന്മയ്ക്കായി. കാരണം ആ കർത്താവ് നമ്മെ അത്രത്തോളം സ്നേഹിക്കുന്നു. എവിടെയൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, എവിടെയൊക്കെയോ ഞെരുക്കങ്ങളൊക്കെ വരുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക. ലോകത്താരൊക്കെ നമ്മെ മാറ്റി നിർത്തിയാലും, ലോകത്താരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും, ലോകത്താരൊക്കെ നമ്മെ തള്ളിക്കളയാതെ നമ്മെ മാർവോട് ചേർത്തുണയ്ക്കുന്ന ഒരു ദൈവിക സ്നേഹമുണ്ട്. ദോഷികളായിരുന്ന നമ്മെ, പാപികളായിരുന്ന നമ്മെ അവൻ ചേർത്തണച്ചു. എത്ര പേർന്ന് പറയും, ആ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യും, തിന്മയ്ക്കായിട്ട് എൻ്റെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല, സർവ്വതും നന്മയ്ക്കായി ചെയ്യും എന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ വരികളൊന്ന് ചേർന്ന് പാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്മയ്ക്കായി, നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ, നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. ചേർന്ന് പാടിയ. തിന്മയ്ക്കായും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി. അത് ഉറപ്പുള്ളവർ ശക്തിയോടെ പാടിയേ. തിന്മയ്ക്കായി ഒന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ സ്നേഹത്തോടൊന്ന് പാടിയേ. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമൻ ദൈവം എന്നും. കർത്താവേ, ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് പാടുന്നത് രാത്രി. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ ചേർന്ന് പാടാമോ? അത്ഭുതമാ, അതിശയമാ, നീ മാത്രമൻ ദൈവം എന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി പാടിയേ. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഓ നിൻ മഹാ കൃപയ്ക്കായി
അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. എത്ര വലിയ കൃപയാണ്, എത്ര സന്തോഷം നൽകുന്ന ജീവിതമാണ് കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്നത്. ഒന്നുമില്ലായ്മയിൽ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ചുഴിയിൽപ്പെട്ട നമ്മെ അവിടെ നിന്നൊക്കെ വലിച്ചു കയറ്റി തൻ്റെ സ്നേഹത്തിൻ്റെ കരത്തിൽ നിത്യജീവന്റെ അവകാശികളാക്കി തീർത്തെങ്കിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും? മുട്ടോളമല്ല, അരയോളം പോരാ. കർത്താവേ, ഇത്രയൊന്നും പോരാ, ഇത്ര ആരാധിച്ചത് പോരാ, ഇത്ര സ്തുതിച്ചത് പോരാ, ഇത്ര മഹത്വപ്പെടുത്തിയത് പോരാ. ഇനിയും 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 ആഴത്തിലേക്ക്, പുതിയ ശക്തി, പുതിയ ബലത്തിൽ എന്നെ ഒന്ന് ഇറക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ചില നിമിഷങ്ങൾ വായികൾ തുറന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, കർത്താവേ എന്നെ തന്നെ അതിനായിട്ട് സമർപ്പിക്കുന്നു എന്നൊന്ന് പറഞ്ഞു. ഓ യേശുവേ, സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക, ശുദ്ധമാ പ്രാവേ നീ എന്നിൽ വന്നു വാഴുക. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക, ശുദ്ധമാ പ്രാവേ നീ എന്നിൽ വന്നു വാഴുക. സ്വർഗീയ കാറ്റേ നീ. അത് പാടുമ്പോൾ തന്നെ ചിലരുടെ മേൽ ദൈവിക സാന്നിധ്യം, അഭിഷേകത്തിന്റെ സാന്നിധ്യം ചലിക്കുന്നു. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക, ശുദ്ധമാ പ്രാവേ നീ എന്നിൽ വന്നു വാഴുക. മുട്ടോളവുമല്ല, അരയോളവും പോരാ. മുട്ടോളവുമല്ല, അരയോളവും പോരാ. നീന്താനാഴം വേണമേ, വലിച്ചു കൊണ്ട് പോകണമേ. നീന്താനാഴം വേണമേ, വലിച്ചു കൊണ്ട് പോകണമേ. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക, ശുദ്ധമാ പ്രാവേ നീ എന്നിൽ വന്ന്. ആഗ്രഹിച്ചുകൊണ്ട് പാടിയേ. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക, ശുദ്ധമാ പ്രാവേ നീ എന്നിൽ വന്നു വാഴുക. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക, ശുദ്ധമാ പ്രാവേ നീ എന്നിൽ വന്നു വാഴുക. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക, ശുദ്ധമാ പ്രാവേ നീ എന്നിൽ വന്നു വാഴുക. ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ ബലം ആഗ്രഹിക്കുന്നവർ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ചേർന്നിട്ടൊന്ന് പറഞ്ഞേ. കർത്താവേ, മുട്ടോളമല്ല, അരയോളം പോരാ. നീന്താനാഴം വേണമേ, എന്നെ ഒന്ന് വലിച്ചുകൊണ്ട് തിരുസന്നിധി, തിരുശക്തിയിലേക്ക്, അതിൻ്റെ ആഴത്തിലേക്ക് ഇറക്കണമേ എന്ന് പറഞ്ഞേ. കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ശക്തിയിലേക്ക് വീണ്ടും ഇറങ്ങുവാൻ, ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വലിയ കൃപ കൂടിയിരിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.